വെൽക്കം ടു ആൾ. ഐ ആം സതീഷ് കുമാർ. നമ്മളിന്നിപ്പോൾ CBSE സ്റ്റേറ്റ് ഒക്കെയുള്ള കോമൺ ആയിട്ടുള്ള സിലബസിലെ 10th സ്റ്റാൻഡേർഡിലെ ഫിസിക്സിലെ ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിലെ വീഡിയോയുടെ 10ാമത്തെ പാർട്ടാണ്. നമ്മളിന്നിപ്പോൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൈ ഡസ് ദ കോഡ് ഓഫ് ഇലക്ട്രിക് അയൺ നോട്ട് ഗ്ലോ വൈൽ ദ ഹീറ്റിംഗ് എലമെന്റ് ഡസ്? നമ്മുടെ ഹീറ്റർ അല്ലെങ്കിൽ അയൺ ബോക്സ് മുതലുള്ള സാധനങ്ങളുടെ കണക്ഷൻ കൊടുത്തിരിക്കുന്ന വയർ ഒരു കോയിലാണ് ചെല്ലുന്നത്. നമ്മൾ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞ് സപ്ലൈയിലേക്ക് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ആ കണക്ഷൻ കൊടുത്തിരിക്കുന്ന ഹീറ്റിംഗ് കോയിൽ നന്നായിട്ട് പഴുത്ത് ചൂടാവുന്നുണ്ട്. പക്ഷേ അതിലേക്ക് അതിൻ്റെ എൻഡിൽ തന്നെ കണക്ഷൻ കൊടുത്തിരിക്കുന്ന നമ്മുടെ കോഡ് വയർ ഇതുപോലെ ഹീറ്റ് ആവുന്നില്ല, ഗ്ലോ ആവുന്നില്ല. എന്തുകൊണ്ട് എന്നാണ് നമുക്ക് ഉത്തരം വളരെ നിസ്സാരമാണ്. കാര്യം നമ്മളെ കോഡ് വയർ എന്ന് പറയുന്നത് കോപ്പറോ അലുമിനിയോ മറ്റുള്ള സാധനങ്ങളായിരിക്കും. അതേസമയം അതിൻ്റെ കോയിൽ എന്ന് പറയുന്നത് ഹൈ റെസിസ്റ്റിവിറ്റി ഉള്ള ഒരു അലോയ് മെറ്റീരിയലാണ്. ഉത്തരവാണ് ദ ഹീറ്റിംഗ് എലമെന്റ് ഡസ് നോട്ട് മെൽറ്റ് ഡ്യൂ ടു ദെയർ ഹൈ റെസിസ്റ്റിവിറ്റി ബട്ട് ദ കോഡ് റെസിസ്റ്റൻസ് വെയർ ദ കോഡ് ഈസ് normally made up of a copper or aluminum is very small, so it doesn't glow. മറ്റേ കോയിലിനെ അപേക്ഷിച്ച് അലോയ് ആയിട്ടുള്ളതിൻ്റെ റെസിസ്റ്റിവിറ്റി അപേക്ഷിച്ച് വെരി ലോ ആണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യത്തില്ല, അത് കത്തിപ്പോകത്തില്ല, ഇലക്ട്രിസിറ്റി ഫ്രീ ആയിട്ട് പാസ് ചെയ്യിക്കത്തേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഇതിലേക്ക് പോയാലോ. ഇതൊരു പ്രോബ്ലമാണ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പ്രോബ്ലമാണ്. ആൻ ഇലക്ട്രിക് അയൺ ഓഫ് റെസിസ്റ്റൻസ് 20 ohm takes a current of 5 ampere. Calculate the heat developed in 30 seconds. ഒരു അയൺ ബോക്സിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 20 ohm ആണ്. അത് എന്താണ്, 5 ആംപിയർ കറണ്ട് എടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വോൾട്ടേജ് ഒന്നും തന്നിട്ടില്ല. എത്ര 30 സെക്കൻഡ് കൊണ്ട് എത്ര ഹീറ്റ് ഡെവലപ്പ് ചെയ്യും, എത്ര ജൂൾ ഹീറ്റ് ഡെവലപ്പ് ചെയ്യും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള സാധനങ്ങൾ ഏതൊക്കെയാണ്? റെസിസ്റ്റൻസ് തന്നിട്ടുണ്ടല്ലേ, റെസിസ്റ്റൻസ് R = 20 ohm, പിന്നെ കറണ്ട് I = 5 ആംപിയർ, പിന്നെ ടൈം T = 30 seconds. ഇപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനം ആരാണ്? ഹീറ്റാണ്. ഹീറ്റ് H = നമ്മൾ ഒരുപാട് ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. അതിൽ ഇവിടെ നമുക്ക് റെസിസ്റ്റൻസും ടൈമും കറണ്ടും തന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് VIT അല്ല ഉപയോഗിക്കേണ്ടത്, പകരം I²RT ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ I² തന്നിട്ടുണ്ട് 5ന്റെ സ്ക്വയർ ഇൻറ്റു R എന്ന് പറയുന്നത് 20 ohm ഇൻറ്റു ടൈം എന്ന് പറയുന്നത് സെക്കൻഡ്സിൽ തന്നെയാണ് നമുക്ക് വേണ്ടത്. ഇവിടെ സെക്കൻഡ്സ് തന്നെയാണ് തന്നിരിക്കുന്നത്, 30 seconds. ഓക്കെ, അപ്പോൾ H = 5 × 5 × 20 × 30. അപ്പോൾ എത്ര കിട്ടി? 10 × 5 എന്നുണ്ട് 25. 25 × 20 × 30 എന്ന് പറയുന്നത് എത്രയാ? 15,000 അല്ലേ? 15,000 ജൂളാണ് നമുക്കിവിടെ ഹീറ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ 30 സെക്കൻഡ് കൊണ്ട് എത്ര ജൂൾ കിട്ടുമെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതും ഒരു പ്രോബ്ലം തന്നെയാണ്. കമ്പ്യൂട്ട് ദ ഹീറ്റ് ജനറേറ്റഡ് while transferring 96,000 coulomb of charge in 1 hour through the potential difference of 50 volt. നേരത്തെ പറഞ്ഞ ആ പ്രോബ്ലത്തിലാണെങ്കിൽ വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നിട്ടില്ലായിരുന്നു. പകരം അവിടെ കറണ്ടും റെസിസ്റ്റൻസും ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ I²RT എന്നുള്ള ഉപയോഗിച്ചത്. ഇവിടെ നമുക്ക് ടൈം തന്നിട്ടുണ്ട്, പിന്നെ ചാർജ് തന്നിട്ടുണ്ട്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് അതിനെ കണ്ടുപിടിക്കണം എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ തന്നിട്ടുള്ള സാധനങ്ങൾ ഏതൊക്കെയാണ്? ചാർജ് Q = 96,000. ഓക്കെ, അടുത്ത ടൈമോ 1 hour തന്നിരിക്കുന്നത്. 1 hour എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട സെക്കൻഡ്സിലാണ്. 1 hour = 60 minutes ആണ്. അങ്ങനെയാണെങ്കിൽ ടൈം T = അതിന് സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 60 × 60 = 3600 seconds. ഓക്കെ, ഇനി വോൾട്ടേജ് തന്നില്ല, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നിട്ടുണ്ട് 50 volt ആണ്, 50 volt. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. കറണ്ട് I = നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആദ്യം തന്നെ ഈ ചാപ്റ്ററിൻ്റെ ആദ്യം തന്നെ പഠിച്ചാണ് കറണ്ട് I = Q/T, ചാർജ് ഡിവൈഡഡ് ബൈ ടൈം. അപ്പോൾ നമുക്ക്
96,000 ഡിവൈഡ് ബൈ 3,600 ആണ്. അപ്പം നമുക്കതിനെ ഒന്നുകൂടെ ആ സീറോസ് ഒന്ന് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 960 ഡിവൈഡ് ബൈ 36. അതിനെ ഒന്നുകൂടെ നമുക്ക് 6 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 160 ഡിവൈഡ് ബൈ 6. വീണ്ടും നമുക്ക് ഒന്നുകൂടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 80 ഡിവൈഡ് ബൈ 3 ആംബിയർ എന്ന് കിട്ടും. ഒരു പൂർണ്ണമായ സംഖ്യയല്ല, പോയിന്റ് വരും. പക്ഷേ നമുക്ക് ഈ പോയിന്റിൻ്റെ ആവശ്യം നമുക്കുള്ള വരുന്നില്ല. ഇനി നമുക്ക് അതിനെ ഒന്നുകൂടെ പോയാം. ഇനി നമുക്ക് ഹീറ്റ് എച്ച് ഈസികൾ തന്നിട്ടുണ്ട്. വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്കറിയാം. കറണ്ട് നമ്മൾ കണ്ടുപിടിച്ചു 80/3 ആംബിയർ. ടൈം നമുക്കറിയാം 3600. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിനി എന്ത് ചെയ്താൽ ഇത് പ്രോബ്ലം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 50 × 80/3 × 3600 എന്ന് പറയുന്നത് നമുക്ക് 4.8 × 10⁻⁶ ജൂൾസ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഹീറ്റ് കിട്ടി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസ് എല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കമൻറ്റ് ബോക്സിലേക്ക് എഴുതിയിടുക. അതിനുള്ള മറുപടി, കൃത്യമായ മറുപടി തന്നെ തരുന്നതാണ്. ഓക്കെ, താങ്ക് യു.